രാജ്യത്ത് പലപ്പോഴും വഖഫ് ആക്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വഖഫ് ആക്ടുകളിൽ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. 95-ലെ തന്നെ വഖഫ് ആക്ട് 2013-ൽ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത എതിർപ്പ് എന്തിനാണ് ഇപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ 95-ലെ വഖഫ് ആക്ട് 2013-ൽ സർക്കാർ ഭേദഗതി ചെയ്തത് ആ വഖഫ് ആക്ടിലുള്ള ചില ലൂപ്പ് ഹോൾസ് അടയ്ക്കുന്നതിന് വേണ്ടിയും കുറെ കൂടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 95-ലെ വഖഫ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് BJP കൊണ്ടുവരുന്ന ഭേദഗതി ബില്ല് വഖഫിനെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയല്ല, പകരം വഖഫിനെ തകർക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് വ്യത്യാസം. 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. ഒന്ന്, വഖഫ് ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്താൻ പോകുന്നു. മറ്റൊന്ന്, വഖഫ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മാറ്റം വരുത്താൻ പോകുന്നു. മൂന്നാമത്തേത്, വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നു. അതിൽ ആ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ ഞാനിപ്പോൾ സമയം കളയുന്നില്ല. നിരവധി പ്രാസംഗികന്മാർ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളും കേൾക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വഖഫിന്റെ ഘടനയിലുള്ള മാറ്റം നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥ ചെയ്യുന്നുവെന്ന്. എന്നാൽ അങ്ങനെയല്ല സഹോദരന്മാരെ. അതിനേക്കാൾ ഭീകരമാണ് ഭരണഘടനയിൽ വരാൻ പോകുന്ന മാറ്റം. നിലവിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ നമുക്കറിയാം, 21 അംഗങ്ങളുള്ള ഒരു സമിതിയാണ് സെൻട്രൽ വഖഫ് കൗൺസിൽ. സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ ചെയർമാൻ കേന്ദ്ര മൈനോറിറ്റി മന്ത്രിയായിരിക്കുമെന്നാണ് വ്യവസ്ഥ. അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിരിക്കും. അദ്ദേഹം ഒരുപക്ഷെ മുസൽമാൻ അല്ലാത്ത ആളായിരിക്കാം. എന്നാൽ സെൻട്രൽ വഖഫ് കൗൺസിൽ വരുന്ന ബാക്കിയുള്ള 20 ആളുകളും മുസ്ലിങ്ങളാകണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്നത് സെൻട്രൽ വഖഫ് കൗൺസിലിലെ 4 ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് നിയമമില്ല. സെൻട്രൽ വഖഫ് കമ്മിറ്റിയിൽ കൗൺസിലിൽ വരാൻ പോകുന്ന മുത്തവല്ലിയുടെ പ്രതിനിധി, അതുപോലെ ഒരു മുസ്ലിം സ്കോളർ, മുസ്ലിം സംഘടനകളുടെ 3 പ്രതിനിധികൾ, 3 മുസ്ലിം സംഘടനാ പ്രതിനിധികൾ, അതുപോലെ മുസ്ലിം മതസംഘടനകൾ, മുസ്ലിം സ്കോളേഴ്സ് ആയിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള 3 ആളുകൾ, അങ്ങനെ 7 ആളുകൾ. ഈ 7 ആളുകൾ മുസ്ലിങ്ങളായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 7 പേർ, 21 ആളുകളിൽ 7 പേർ മുസ്ലിങ്ങളായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തില് അവർ മുസ്ലിങ്ങളായിരിക്കണമെന്ന 95-ലെ വഖഫ് ആക്ടിലുള്ള ആ ക്ലോസ് പുതിയ ഭേദഗതിയിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്.